PSC LGC പരീക്ഷകളിൽ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില ടോപ്പിക്സാണ് നൗൺസ്, വേർബ്സ്, അഡ്ജക്റ്റീവ്സ്, അഡ്വേർബ്സ്, സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. ഇവ എന്താണെന്നും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ഒരു വാചകം തന്നാൽ ഇവയെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നും ഒരു ഉദാഹരണം വെച്ച് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾക്കൊരു ഉദാഹരണം കാണാം. ദ ലിറ്റിൽ ബോയ് പ്ലേസ് ക്രിക്കറ്റ് വെൽ. ദാറ്റ് മീൻസ് ഒരു കൊച്ചുകുട്ടി നന്നായി ക്രിക്കറ്റ് കളിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വാചകത്തിൽ നിന്നും ഇവ ഓരോന്നും എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പോൾ ഈ സെൻറ്റൻസിൽ ബോയ്, ക്രിക്കറ്റ് ഇവ രണ്ടിനെയും നൗൺസ് എന്ന് പറയുന്നു. നൗൺസ് എന്നാൽ ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ നാമത്തെ സൂചിപ്പിക്കുന്ന പദത്തിനെയാണ് നൗൺസ് അല്ലെങ്കിൽ നാമം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബോയ് അതായത് ആൺകുട്ടി, ക്രിക്കറ്റ് ഇവ രണ്ടുമാണ് ഒരു നാമമായി ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഈ വാചകത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയെയാണ് വേർബ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത്? പ്ലേസ്, കളിക്കും. അപ്പോൾ ഈ വാചകത്തിലെ വേർബ് എന്നുള്ളത് പ്ലേസ് ആണ്. ഇനി ഈ നൗണിനെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രണ്ട് ടോപ്പിക്കാണ് അഡ്ജക്റ്റീവ് ആൻഡ് അഡ്വേർബ്. പലർക്കും അത് തമ്മിൽ മാറിപ്പോകാറുണ്ട്. അപ്പോൾ അഡ്ജക്റ്റീവ് എന്നത് ഒരു നൗണിനെ വിവരിക്കുന്ന പദത്തിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള നൗൺ ബോയ് അതിനെ വിവരിക്കുന്ന ഒരു പദമാണ് ലിറ്റിൽ. ലിറ്റിൽ ബോയ് ചെറിയ കുട്ടി. ഈ കുട്ടിയെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദം ലിറ്റിൽ. ഇങ്ങനെയുള്ള പദങ്ങളാണ് അഡ്ജക്റ്റീവ്. വേർബിനെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് ആഡ്വേർബ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള വേർബ് ഏതാണ്? പ്ലേസ്, കളിക്കും. അപ്പോൾ ഇവിടെ കളിക്കുന്നതിനെ വിവരിക്കുന്ന പദം ഏതാണ്? കുട്ടി നന്നായി ക്രിക്കറ്റ് കളിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നന്നായി കളിക്കും, നന്നായി എന്നുള്ളതാണ് ഇവിടെയുള്ള ആഡ്വേർബ്. അതായത് ഇവിടെ വെൽ, പ്ലേസ് വെൽ. അപ്പോൾ ഇവിടെ ഉള്ള ആഡ്വേർബ് എന്നുള്ളത് വെൽ ആണ്. ഒരു നൗണിനെ വിവരിക്കുന്ന പദം അഡ്ജക്റ്റീവ്. സിമിലർലി ഒരു വേർബിനെ വിവരിക്കുന്ന പദം ആഡ്വേർബ്. ഇനി ഒരു സെൻറ്റൻസ് തന്നാൽ അതിൽ നൗൺസിനെ മെയിൻലി രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ്. ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണോ പ്രവൃത്തി ചെയ്യുന്നത് അത്തരം നൗണിനെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്തിലാണോ പ്രവൃത്തി ചെയ്യുന്നത് അതിനെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നു. ഇവിടെ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്? ദ ലിറ്റിൽ ബോയ്. ഒരു ചെറിയ ആൺകുട്ടിയാണ് ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത്. അവനാണ് ഇവിടെ കളിക്കുന്നത്. അപ്പോൾ അവനാണ് ഇവിടെയുള്ള സബ്ജക്റ്റ്. മെയിനായി ചെയ്യുന്നവരെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്തിലാണ് പ്രവൃത്തി ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനെയാണ് കളിക്കുന്നത് അതിനെയാണ് ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ലിറ്റിൽ ബോയ് പ്ലേസ് ക്രിക്കറ്റ്. ക്രിക്കറ്റാണ് കുട്ടി കളിക്കുന്നത്. അപ്പോൾ ക്രിക്കറ്റ് എന്നുള്ളത് ഒബ്ജക്റ്റും ദ ലിറ്റിൽ ബോയ് എന്നുള്ളത് സബ്ജക്റ്റുമാണ്. ഇനി ഒരു പൂർണ്ണ സെൻറ്റൻസ് തന്നാൽ ആ സെൻറ്റൻസിനെ രണ്ടായി നമ്മൾക്ക് തരം തിരിക്കാം. ഒന്ന് നേരത്തെ പറഞ്ഞ സബ്ജക്റ്റും മറ്റൊന്ന് പ്രെഡിക്കേറ്റുമാണ്. അപ്പോൾ ഒരു സെൻറ്റൻസ് തന്നാൽ അതിലെ സബ്ജക്റ്റ് എന്താണ്, പ്രെഡിക്കേറ്റ് എന്താണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? സബ്ജക്റ്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ വാക്യത്തിലെ മെയിൻ പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദി ലിറ്റിൽ ബോയ് എന്നുള്ളത് സബ്ജക്റ്റാണ്. ആ സെൻറ്റൻസിലെ ബാക്കി വാചകങ്ങളെയാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. പ്ലേസ് ക്രിക്കറ്റ് വെൽ എന്നുള്ളതാണ് ഇവിടെ പ്രെഡിക്കേറ്റായി വരുന്നത്. ഒരു സെൻറ്റൻസിലെ മുഖ്യ വസ്തുവിനെ സബ്ജക്റ്റ് എന്നും അതിൻ്റെ ബാക്കി വസ്തുവിനെ നമ്മൾ എന്ത് പറയുന്നു? പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നു. ഈ ഒരു ചെറിയ ഉദാഹരണത്തിൽ നിന്നും ഈ 6 ടോപ്പിക്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി ഈ ഓരോ ടോപ്പിക്സും വിശദമായി വരുന്ന യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യുന്നതാണ്.